റിന്യൂവലിന് വേണ്ടി പ്രിപ്പയർ ആവുക എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ ഈ റിന്യൂവൽ എന്ന് പറയുമ്പോൾ നമ്മുടെ വണ്ടി 15 വർഷമായിരിക്കും കമ്പനി ഇറങ്ങുന്ന സമയത്ത് ഇത് ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം തരുക. നമ്മുടെ നാട് നോക്കിക്കുക എങ്ങനെയുണ്ട് അതിരാവിലെയുള്ള ഒരു വ്യൂ, പുള്ളി കോടം മൂടിയിട്ടുള്ള അവിടെ നിന്ന് ഒരു സൺറൈസിൻ്റെ സംഭവം. പിന്നെ ഇവിടെ പോകുമ്പോൾ നോക്കണോട്ടോ, കാരണം ഇവിടെ അങ്ങനത്തെ ഒരു നായുണ്ട്. എനിക്ക് പേടിയുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. വെൽക്കം ബാക്ക് ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ വണ്ടി പ്രിപ്പയർ ആവുന്ന കാര്യങ്ങളെല്ലാം വെച്ചിട്ടുള്ള ചെറിയൊരു വ്ളോഗാണ്. ഇപ്പോൾ നമ്മുടെ വണ്ടി റിന്യൂവലിന് വേണ്ടി പ്രിപ്പയർ ആവുക എന്ന് പറയുമ്പോൾ ഈ റിന്യൂവൽ എന്ന് പറയുമ്പോൾ നമ്മുടെ വണ്ടി 15 വർഷമായിരിക്കും കമ്പനി ഇറങ്ങുന്ന സമയത്ത് ഇത് ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം തരുക. ആ ഒരു 15 വർഷം കഴിഞ്ഞ ശേഷം വണ്ടി റോഡിലൂടെ ഓടിക്കാനുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ട് എന്ന് RTO ചെക്ക് ചെയ്ത് നമുക്ക് ഫിസിക്കലി വണ്ടി ആ ഒരു ടെസ്റ്റിൽ പാസ്സായി കഴിഞ്ഞാൽ തുടർന്നുള്ള 5 വർഷത്തിന് വീണ്ടും നമുക്ക് പേപ്പർ ഫിറ്റ് ആവുന്നതാണ്. ആദ്യം കമ്പനി തരുമ്പോൾ 15 വർഷം, പിന്നെ 5 വർഷം കൂടുമ്പോൾ നമ്മളിങ്ങനെ പുതുക്കി യൂസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു ടെസ്റ്റിൽ മെയിനായിട്ട് നോക്കുന്ന സംഭവം എൻജിൻ സൈഡ്, അതുപോലെ പെയിന്റിങ്, വണ്ടി മൊത്തത്തിൽ ഒരു ഷോറൂം കണ്ടീഷൻ ആവേണ്ടതുണ്ട്. അതുപോലെ സാരി ഗാർഡ്, ഫുഡ് റെസ്റ്റ്, അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ സംഭവങ്ങളും അവർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യുന്നതാണ്. പെയിന്റിങ്, എൻജിൻ സൈഡ്, ഇൻഡിക്കേഷൻസ്, ലൈറ്റുകൾ, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അവർ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുന്നതാണ്. ഇതിന്റെ കാര്യത്തിൽ നമുക്കുള്ളൊരു വലിയ ടാസ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ വണ്ടി ഫിസിക്കലി കണ്ടീഷൻസ് എല്ലാം ഓക്കെയാണ്, ഈ ഒരു ലുക്കിൽ നിന്ന് സ്റ്റോക്ക് ലുക്കിലോട്ട് മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള വലിയൊരു ടാസ്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചൂസ് ചെയ്ത ഒരു വഴി എന്ന് പറയുമ്പോൾ നമ്മുടെ ഷാനുവിൻ്റെ വണ്ടി കൊണ്ടുവന്നിട്ട് നമ്മുടെ വണ്ടി സ്റ്റോക്ക് ആവാൻ ആവശ്യമുള്ള സംഭവങ്ങളെല്ലാം അവൻ്റെ വണ്ടിയിൽ നിന്ന് എടുത്ത് ടെസ്റ്റിന് വരുന്നു, തിരിച്ച് സെറ്റ് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു പ്ലാനാണ് ഞാൻ ചെയ്യുന്നത്. ഡ്രൈവിംഗ് സ്കൂളിൽ ചോദിച്ച സമയത്ത് ഈ ഒരു സ്റ്റിക്കർ സംഭവം ഒന്നും വലിയ ഇഷ്യൂ ഒന്നും ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രശ്നം എന്ന് പറയുമ്പോൾ ഫ്രണ്ട് ബാക്ക് ഹൈറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ മൾഗാർഡ്, കുറച്ചധികം സംഭവങ്ങൾ ഇതിൽ വേറെ വണ്ടിയുടെ ഒക്കെയാണ് കിടപ്പ്. നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്ത സംഭവമാണ്. അപ്പോൾ അതൊന്നും പറ്റില്ല, പക്ക വണ്ടി ഷോറൂമിൽ നിന്ന് എങ്ങനെ തരുന്നത് ആ ഒരു രീതിക്കാക്കണം. അപ്പോൾ ഞാൻ ഷാനുവിൻ്റെ വണ്ടി എടുത്തുകൊണ്ട് വന്ന് ആ ഒരു സംഭവം എല്ലാം ചെയ്യുന്ന ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു വ്ളോഗായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കണ്ടു നോക്ക്. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ വണ്ടീൻ്റെ റിന്യൂവൽ എടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ വണ്ടി സ്റ്റോക്ക് ആക്കുക എന്നുള്ള ഒരു പരിപാടിയിലോട്ടാണ്. അപ്പോൾ എൻ്റെ വണ്ടി എനിക്ക് ഒരു റിന്യൂവൽ എടുക്കുന്ന ഒരു കാര്യത്തിൽ ഏറ്റവും ടാസ്ക്കായിട്ട് തോന്നിയ ഒരു പരിപാടി എന്ന് പറയുമ്പോൾ ഈ വണ്ടി സ്റ്റോക്ക് ആക്കുന്ന പരിപാടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ വണ്ടി അത്യാവശ്യം വർക്ക് എടുത്തുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങേര് സ്കൂളിൽ നിന്ന് കണ്ട സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഒരിക്കലും അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന്. കാരണം അത്രയ്ക്ക് വണ്ടിയിൽ വർക്ക് കണ്ട്, വണ്ടി കണ്ടാൽ സ്പ്ലെൻഡർ എന്ന് പറയില്ല എന്നൊക്കെയാണ് അങ്ങനെ പറയുന്നത്. കൂടുതൽ എന്താ പറയുക, കലിപ്പായിട്ടൊന്നല്ല പറഞ്ഞത്, മുപ്പരി തമാശ ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോക്കകത്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് വണ്ടി ഒന്ന് സ്റ്റോക്ക് ആക്കി എടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഷാനുവിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഷാനുവിൻ്റെ വണ്ടി ജസ്റ്റ് അതിലെ ബോഡി നമ്മളെ വണ്ടിയിലോട്ട് സെറ്റ് ചെയ്യും. ഞാൻ വിചാരിച്ചു ഈ ഒരു ഇവിടെ ഇങ്ങനെ സ്ഥിതിക്ക് എങ്ങനെ വണ്ടി കൊണ്ടുപോകും, പക്ഷെ അവൻ 2 വണ്ടിയും ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ട് അവൻ്റെ RX, അവൻ്റെ സ്പ്ലെൻഡർ. അപ്പോൾ ഞാനിന്ന് ഓനെ കാണിച്ചു തരാം. ഇതൊന്ന് തുറന്നു. ഇപ്പം നമ്മളിതേ പെട്രോൾ വാങ്ങിച്ച് വന്നിട്ടുണ്ട്. അവൻ്റെ വണ്ടിയിൽ പെട്രോൾ കഴിഞ്ഞെടുക്കാമെന്ന് പറഞ്ഞിനി. ഇതേ ഈ ഒരു വണ്ടി കൊണ്ടിട്ട് നമ്മൾ റിന്യൂവൽ ചെയ്യേണ്ടി പോകുന്നു. ഷാനു ഇവിടെ നോക്കട്ടെ. ഇന്നേ ഇവിടെ പോകുമ്പോൾ നോക്കണം കേട്ടോ, കാരണം ഇവിടെ അവൻ്റെ ഒരു നായുണ്ട്. ഷാനുവോ? അപ്പോൾ ഇതേ ഇതാണ് വണ്ടി കേട്ടോ. അപ്പം ഇതിലുള്ള ടാങ്ക് സംഭവം നമ്മളെ വണ്ടിയിലോട്ട് ചെയ്തിട്ട് വണ്ടി ഒന്ന് കയറ്റണം, അങ്ങനെ സെറ്റപ്പ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അങ്ങനെയുണ്ട്. ഇതൊരു പക്ക സ്റ്റോക്കാണ്. ഇതിൽ പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല. ഇതിൽ ആപ്പാടുള്ളൊരു വർക്ക് എന്ന് പറയുമ്പം ഈ റിയറിൽ SD റിം ചെയ്തിട്ടുണ്ട്, അതുപോലെ മോട്ടോടി ടയർ, ആ ഒരു സംഭവം മാത്രമാണ് ഈ ഒരു വണ്ടിയിൽ ഒരു മോഡിഫിക്കേഷൻ എന്നുള്ള രീതിക്ക് ചെയ്ത്. അപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയ പിന്നെ കയ്യിലെല്ലാം ചെളിയൊക്കെ ആയപ്പോൾ വീഡിയോ എടുക്കാനുള്ള ഒരു മൂടങ്ങ് പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ. എങ്ങനെയുണ്ട് ഒരുപാട് സംഭവങ്ങൾ ഷാനുവിൻ്റെ വണ്ടിയിൽ നിന്ന് ഇതിലോട്ട് ഇട്ടുട്ടോ. ഫ്രണ്ട് പോർഷൻ, അതുപോലെ ബോഡി പോർഷൻസ്, ബാക്കിലെ ടയർ, ഇൻഡിക്കേറ്റേഴ്സ്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അവൻ്റെ വണ്ടിയിലാണ്. അപ്പോൾ ഇനിയെന്ന് പറയുമ്പോൾ ഈ ഒരു സ്റ്റോക്ക് മിററും കൂടെ നമുക്ക് കിട്ടണം. ഈ ഒരു മിറർ അത് അവൻ്റെ കയ്യിലുണ്ട്, അതും പോയി കളക്ട് ചെയ്യണം. ശരിക്കും ഞാൻ എല്ലാ സംഭവങ്ങളും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചാണ്, പക്ഷേ കയ്യിൽ ചളിയായപ്പം പിന്നെ വീഡിയോ എടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല, അതുകൊണ്ട് മാത്രം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇടുന്നില്ല, ഇതും നാളെ പോകുന്ന വീഡിയോയും കൂടെ ഇൻക്ലൂഡ് ആക്കി ഒറ്റ വീഡിയോ ആക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. മെയിനായിട്ട് ചെയ്ത സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്ത് എന്തൊക്കെയാണ്, ഫ്രണ്ടിൽ ആ ഒരു പോർഷന് ഫോർക്ക്, അതുപോലെ ടയർ, ആ ഒരു അസംബ്ലി, മൾഗാർഡെല്ലാം സ്റ്റോക്ക് ആക്കിയിട്ടുണ്ട്. അതുപോലെ റിയറിൽ സാരി ഗാർഡ്, റിയറിലെ ടയർ അവൻ്റെ ചെയ്തിട്ടുണ്ട്. എൻഡേസർ ആകുമ്പോൾ നല്ല വീതി തോന്നിക്കും, അപ്പോൾ അതുകൊണ്ട് നേരെ അവൻ്റെ വീലെടുത്തിട്ടാണ് SD-ൻ്റെ. അതുപോലെ അവൻ്റെ ഷോക്ക്, ഇതെല്ലാം സംഭവം പുറത്തുനിന്ന് കാണുന്ന ഒരു ഇതെല്ലാം സംഭവം ഇപ്പോൾ അവൻ്റെ വണ്ടിയിലാണ് ഉള്ളത്. അപ്പോൾ ഇത് നാളെ ഈ റിന്യൂവൽ കഴിഞ്ഞ് ഉടനെ തന്നെ അവനക്ക് സെറ്റ് ചെയ്ത് കൊണ്ടു കൊടുക്കണം, അതാണ് അടുത്തൊരു ടാസ്ക്. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോയും നാളെ പോകുന്ന ഒരു സമയത്തുള്ള വീഡിയോയും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഹോണായിരുന്ന ഒരു കൺഫ്യൂഷൻ, ഞാൻ എൻ്റെ വാപ്പാൻ്റെ വണ്ടിയിട്ട് ഹോൺ എടുത്ത് ഇതിനിട്ട് തൽക്കാലം, കാരണം ഈ ഒരു സമയത്ത് ഇനി അതിനും കൂടെ തർക്കം വായിച്ച് നടക്കില്ല, കാരണം ഇത് കേൾക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ അത് സിമ്പിളൊരു വേ കണ്ടപ്പോൾ എടുത്തിട്ടാണ്. എൻ്റെ വണ്ടിയിട്ട് ഹോൺ ഉണ്ട്, പക്ഷേ അത് ചില സമയത്ത് ഒരു നിൽക്കലാണ് ഹോണിന്.
അപ്പോൾ അത് കാരണം അത് ഇനി അവിടെ പോയിട്ട് നിന്ന് കഴിഞ്ഞാൽ ടെസ്റ്റ് കുളവും അത് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവനെ കൊണ്ടുപോയി ഒന്ന് കഴുകി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് നൈറ്റ് ഷാനുവിൻ്റെ ഒന്ന് ആ ഒരു മിററും കളക്ട് ചെയ്യണം. എന്നിട്ട് ഏർലി മോർണിംഗ് ഒരു 6 മണി 7 മണി ആ ഒരു സമയത്ത് പോകണം കേട്ടോ. അപ്പോൾ എന്തായാലും നാളെ കാണാം കേട്ടോ. ഞാൻ പോട്ടെ, വണ്ടി കഴുകാൻ വേണ്ടിയിട്ടുണ്ട് ഗായ്സ്. അങ്ങനെ ഫൈനലി നമ്മൾ റിന്യൂവലിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ ആ ഒരു വീഡിയോ എടുത്ത് നേരെ വീട്ടിൽ പോയി വണ്ടിയെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചു. എന്നിട്ട് ഇതേ രാവിലെ വണ്ടി എടുത്ത് പോകാൻ വേണ്ടി നിൽക്കുവാണ്. എങ്ങനെയുണ്ട് ആ ഒരു വണ്ടി സ്റ്റോക്കാക്കിയതിൻ്റെ സ്റ്റാൻഡ് കുറച്ച് ലെങ്ത് കൂടുതൽ, അതാണ് വണ്ടി ഇങ്ങനെ സ്റ്റഡിയിൽ നിൽക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൽ എനിക്ക് പേടിയുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. ഹെഡ്ലൈറ്റ് ഫ്ലാറ്റാണ്, അതുപോലെ ക്രാഷ് ഗാർഡ് കസ്റ്റം ചെയ്തതാണ്, അതുപോലെ 1-2 സംഭവമുണ്ട്. ഞാൻ ഈ വണ്ടി പോയിട്ട് കാണിച്ചു തരാം. നമ്മളെ നാട് നോക്കിക്കുക എങ്ങനെയുണ്ട് അതിരാവിലെയുള്ള ഒരു വ്യൂ, പുള്ളി കോടം മൂടിയിട്ടുള്ള അവിടെ നിന്ന് ആ ഒരു സൺറൈസിൻ്റെ സംഭവം. പിന്നെ എന്ന് പറയുമ്പോൾ ഇതിൽ എസ്ഡിൻ്റെ റിമ്മ്, അതുപോലെ എഫ്സെറ്റിൻ്റെ ഫുഡ് റെസ്റ്റ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇപ്പോഴും എനിക്ക് ചെറിയ പേടിയുണ്ട്. പക്ഷേ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉറപ്പൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, അവരുടെ ഭാവത്തിനനുസരിച്ചുണ്ടാവും. അതൊന്നും പിന്നെ വലിയൊരു മോഡിഫിക്കേഷൻ അല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് പെട്ടെന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞ് നമ്മളെ ഗ്രിപ്പെല്ലാം സ്പ്ലെൻഡറിൻ്റെ ഇട്ടിട്ടുണ്ട്. അതിടാൻ കാരണം ഈ ഒരു ഹാൻഡിലോട്ട് നമ്മുടെ എഫ്സെറ്റിൻ്റെ ഗ്രിപ്പ് സെറ്റ് ആകത്തില്ല. അപ്പോൾ ഇതിലിങ്ങനെ സ്റ്റോക്ക് തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. ഇത് എൻ്റെ വണ്ടിയിൽ മുമ്പ് ഉണ്ടായിരുന്ന ഗ്രിപ്പാണ്. അപ്പോൾ ഞാൻ സമയം കളയുന്നില്ല, ഇനി അവിടെ പോയിട്ട് കാണിച്ചു തരാം. എന്നോട് 7:00 എത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 7:10 7:20 അങ്ങാണ്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോട്ടെ ഗൈസ്. ഗൈസ് അങ്ങനെ ഫൈനലി നമ്മുടെ വണ്ടിയുടെ റിന്യൂവൽ കിട്ടിയിട്ടും നല്ല സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി 5 കൊല്ലത്തേക്ക് പേപ്പർ സൈഡൊന്നും നോക്കണ്ട, ഇവൻ്റെ ഇൻഷൂർ എടുത്ത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മതി. അപ്പോൾ ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ അങ്കിളും നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ സെറ്റായി. കൂടുതൽ ചെക്കിങ് കാര്യം ഉണ്ടാവില്ല. അതൊക്കെ എന്ന് പറയുമ്പോൾ അവരുടെ മൂഡ് പോലെയാണ് എന്തായാലും. കാരണം എല്ലാ വണ്ടി ഒരുപോലെ അങ്ങനെ ചെക്ക് ചെയ്യുന്നില്ല. ഞാൻ മുമ്പ് പോയപ്പോൾ എന്നോട് ഇൻഡിക്കേറ്റർ അടിപ്പിച്ച്, ഹോൺ അടിപ്പിച്ച്, ഫ്രണ്ടിലോട്ട് വണ്ടി ഓടിപ്പിച്ച്, ബ്രേക്ക് പിടിച്ച് അങ്ങനെ അത്യാവശ്യം ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എഞ്ചിൻ നമ്പർ, ചേസ് നമ്പറൊക്കെ നോക്കി മൊത്തത്തിൽ വണ്ടിയൊക്കെ ഇങ്ങനെ നോക്കി അങ്ങനെയുള്ള സെറ്റപ്പ് മാത്രമേ ഇപ്പോൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഓരോ സമയം ഓരോ രീതിക്കാണ്. അപ്പോൾ എന്തായാലും വളരെ ഹാപ്പിയാണ്. അപ്പോൾ വേറെ കോസ്റ്റ് കാര്യമൊന്നുമില്ല കേട്ടോ. ഇവിടെ ടെസ്റ്റിന് പോകുമ്പോൾ വേറെ കോസ്റ്റൊന്നുമില്ല. അതൊക്കെ നമ്മൾ ഓൾറെഡി അടയ്ക്കുന്നതാണ്. ആദ്യം നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ അടയ്ക്കുന്ന ഒരു കോസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി ഈ ഒരു റിന്യൂവൽ എടുക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് അയയ്ക്കുക, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് നമ്മളെ വണ്ടിയാണെന്ന് നിങ്ങൾക്ക് കണ്ടിട്ട് തോന്നുന്നുണ്ടോ? നിങ്ങൾ പറ. എനിക്കെന്തോ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ ഒരു ലുക്ക്, ഈ ഒരു എന്താ പറയുക, ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല നമ്മുടെ വണ്ടിയുടെ ഈ ഒരു ലുക്ക്. ഹൈറ്റും ഇല്ല, അതുപോലെ എന്നാലും ഒരു ലുക്ക് തന്നെ കേട്ടോ, വേറൊരു ലുക്ക് തന്നെയാണ്, ഈ ഒരു യുണീക്ക് തന്നെയാണ് നമ്മളെ സ്പ്ലെൻഡർ എന്ന് പറയുമ്പോൾ. ഗൈസ് അപ്പോൾ പലർക്കും ഒരു പേടി സ്വപ്നമാണ് ഈ ഒരു റിന്യൂവൽ എന്നൊക്കെ പറയുമ്പോൾ. ഇനിയിപ്പോൾ ഇത് നമ്മൾ പോയിട്ട് റിന്യൂവൽ കിട്ടിയില്ലെന്ന് വെക്കുമോ, എന്തെങ്കിലും കാരണം കൊണ്ട് റിന്യൂവൽ കിട്ടിയില്ല എന്ന് വിചാരിച്ചോ, നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്ക് വേറെ ഡേറ്റ് വരും, ആ ഒരു ഡേറ്റ് പോയിട്ട് റിന്യൂവൽ എടുത്താൽ മതി. ചെറിയൊരു ഫൈനും ഉണ്ടാവും, ഏറി പോലെ ഒരു 500 രൂപ, അതിൽ കൂടുതൽ എന്തായാലും ഫൈനൊന്നും കാണില്ല. അപ്പോൾ ആ ഒരു രീതിക്കാണ് നമ്മുടെ വണ്ടിയുടെ റിന്യൂവൽ എടുക്കുന്നത്. അപ്പോൾ ഇതിലെന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ടോ സംഭവമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമ്പർ പ്ലേറ്റ് മസ്റ്റാട്ടോ, ഈ ഒരു IND ഫോം മസ്റ്റാണ്. വേറെ സ്റ്റിക്കറോ പെയിൻറ്റിങ്ങൊന്നും ഇപ്പം പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കും. അപ്പോൾ എല്ലാവരും കറക്റ്റ് ടൈമിൽ തന്നെ റിന്യൂവൽ സംഭവമൊക്കെ എടുക്കുക. അതാകുമ്പോൾ വലിയ ബുദ്ധിമുട്ടും അതുപോലെ വലിയ ചിലവില്ലാണ്ട് കഴിച്ചിലാവും. ഒരു നോർമൽ ചിലവിൽ തെറ്റി കഴിഞ്ഞാലൊക്കെ 3500 ആ റേഞ്ചൊക്കെ ഫൈൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം എല്ലാവരും കൃത്യസമയത്ത് തന്നെ എടുക്കാൻ ശ്രമിക്കുക. അതായിരിക്കും നമുക്കും വണ്ടിക്കും എല്ലാം നല്ലത്. അപ്പോൾ ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് കാര്യമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് അയച്ചോളി. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, ഞാൻ പറഞ്ഞുതരാം. പിന്നെ വണ്ടി ഇനി നമുക്ക് 5 കൊല്ലത്തിന് ഇൻഷൂർ എടുത്ത് ഇങ്ങനെ പോയാൽ മതി. ഇൻഷൂർ പൊല്യൂഷൻ കാര്യങ്ങളൊക്കെ എടുത്ത് പോയാൽ മതി. ഇനി അടുത്ത 5 കൊല്ലമാകുമ്പോൾ ഇതുപോലെ ടെസ്റ്റ് ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഈ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ വണ്ടി 15 കൊല്ലം പഴക്കമാകുമ്പോൾ വണ്ടിക്കുള്ള കംപ്ലയിൻ്റ് ഒക്കെ തീർത്ത് ഒരു പുതിയ വണ്ടി പോലെ കാണിച്ചിട്ട് നമുക്ക് പിന്നെ വണ്ടി ഓടിക്കാനുള്ളൊരു സംഭവമാണ്. അതായത് പിന്നെ 5 കൊല്ലത്തിനുള്ള രജിസ്ട്രേഷൻ പുതുക്കുന്ന സംഭവമാണ് നമ്മളിപ്പോൾ ചെയ്തത്. അപ്പോൾ എന്തായാലും കാര്യങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മുടെ വണ്ടി ഇനി 5 കൊല്ലത്തേക്കൊന്നും നോക്കണ്ട. അപ്പോൾ ഇനിയുള്ള പരിപാടി എന്ന് പറയുമ്പോൾ ഈ ഒരു സംഭവം എല്ലാം സ്റ്റോക്കാക്കിയിട്ട്, അതായത് നമ്മുടെ ആദ്യത്തെ ഒരു കോളത്തിലോട്ടാക്കിയിട്ട് ഷാനുവിൻ്റെ വണ്ടിയിലെ സംഭവങ്ങൾ അവൻ്റെ വണ്ടിയിലോട്ട് സെറ്റ് ചെയ്തിട്ട് അവൻ്റെ വണ്ടി കൊണ്ടു കൊടുക്കണം. അങ്ങനെയുള്ള പരിപാടീസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വ്ളോഗ് ഞാൻ ഇവിടെ ജോയിൻ്റ് വേണ്ടിയിട്ട് പോകുന്നു. അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഉള്ളിട്ടാൽ മതി. നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം സ്പോയിൽ തന്നെ ലഭിക്കും. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.